Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. അതെ, ഇന്ന് ഞാൻ ഒരു റെസിപ്പി വന്നിരിക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. ചിക്കൻ കറി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ആദ്യമേ കമന്റ് പറയരുത്, ഇത് സ്ഥിരമാണ്. സ്ഥിരമല്ല, ഇതൊരു വ്യത്യാസപ്പെട്ട ഒരു കറിയാണ്. ഇതെന്നാന്ന് വെച്ചാൽ ഒരു ജയ്പൂരിലെ ചിക്കൻ കറി. ഇത് അവരുടെ കല്യാണ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ മിക്ക ഹോട്ടൽസിലൊക്കെ കാണാറുണ്ട്. ഇതൊക്കെ ഞാൻ എങ്ങനെ അറിയുന്നതെന്നല്ലേ, എൻ്റെ രണ്ടാമത്തെ മോൻ ഡൽഹി പഠിക്കുന്നതുകൊണ്ടാണ് ഇതിനെ കുറിച്ചൊക്കെ അറിവ് കിട്ടുന്നത്. ഇല്ലേ, ഇതൊന്നും ഞാൻ അന്വേഷിക്കുകയല്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ പിള്ളേരെല്ലാം കൂടെ ഹോസ്റ്റലിൽ ഒത്തു കൂടുമ്പോഴത്തേന് പല നാട്ടിലെ പിള്ളേരല്ലേ, അന്നേരം പിന്നെ ഇവർ നമ്മുടെ മോനാന്നേലും നമ്മുടെ ഈ പറഞ്ഞ പോലെ ചിക്കൻ കറിയും നാടൻ വിഭവങ്ങളെ കുറിച്ച് പറയും. അവരവരുടെ എന്താ പറയുക, നാടൻ വിഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ബട്ടർ ചിക്കൻ, ജയ്പൂർ ചിക്കൻ, അങ്ങനെ പല തരമുണ്ട് അല്ലേ. അപ്പം അതിൽ അവൻ എന്നാ ചെയ്തു, അവൻ്റെ ഫ്രണ്ട് വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേനും ആ കുട്ടി കൊണ്ടുവന്ന ഒരു കറി അവൻ കഴിച്ചിട്ട് പറഞ്ഞു, അമ്മ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്ക്, ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് റെസിപ്പി ഒന്നും അറിയാൻ മേലാതെ ഞാൻ എങ്ങനെ ചെയ്യുന്നത്. സോ ആ കുട്ടിയുടെ അമ്മ എന്നെ വിളിച്ചിട്ട് ഷീ ഗേവ് മീ ദ റെസിപ്പി. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിശയിച്ചു പോയി. എന്നാന്നോ, അവരൊക്കെ ഈ ഉള്ളി വറുത്തതൊക്കെ ഉണ്ടല്ലോ ഒരു ടിന്നിലാക്കി അങ്ങ് വെച്ചേക്കും. പുള്ളിക്കാരത്തി പറയുന്നത് വെച്ചാൽ ഒരിക്കലും ചീത്താവത്തില്ല. അതായത് വെളിയിൽ വെക്കുവാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് 2 വീക്സോളം ഇരിക്കും. ഇത് ഫ്രിഡ്ജിലൊരു കണ്ടെയ്നറിലാക്കി അങ്ങ് അടച്ചു വെക്കുവാന്നേൽ മിനിമം ഒരു 1 to 2 months വരെ ഇരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി തന്നെ ഈ ഫ്രീ ടൈമിൽ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കറിയൊക്കെ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ വഴറ്റുക, ടൊമാറ്റോ ചേർക്കുക, നമ്മൾ ഈ വെള്ളം, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, ഇതൊന്നും വേണ്ട, ഈ ഒരു ടെൻഷനും വേണ്ട, ഞങ്ങളുടെ കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാ മോനെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരി, ഓക്കെ, പഠിക്കാം. അങ്ങനെ പഠിച്ചെടുത്ത അയ്യോ എന്നെ എളുപ്പമാണെന്നറിയോ, നമുക്ക് ഒരു ടെൻഷനും ഇല്ല, എത്ര വേഗമാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നാടൻ സ്റ്റൈലാണോ എന്ന് ചോദിച്ചാൽ അതല്ല കേട്ടോ, അവരുടെ ടേസ്റ്റാ. പിന്നെ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം ഒരുപോലെ ഇരിക്കും എന്നൊന്നും ആരും ചിന്തിക്കരുത്. എപ്പോഴും പറയില്ലേ, ഡോണ്ട് ജഡ്ജ് ദ ബുക്ക് ബൈ ഇറ്റ്സ് കവർ അല്ലേ. ഒരിക്കലും അങ്ങനെ ജഡ്ജ് ചെയ്യാതെ നമ്മളത് ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റ് നോക്കി, മേ ബി ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം ആയിരിക്കാം, അതിനകത്തൊന്നും ഞാൻ എതിര് പറയുന്നില്ല. പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുമ്പം അതിനൊരു കുറച്ചൊരു ഡിഫറെൻറ്റ് വരും, ഇല്ലെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. പിന്നെ അതൊന്ന് ട്രൈ ചെയ്യുന്നതുകൊണ്ടും തെറ്റൊന്നുമില്ല. ട്രൈ ചെയ്യണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് അറിയണം. നമുക്കൊന്ന് നോക്കാം. ഇതിനിപ്പം ഞാനൊരു 2 കിലോ ഇറച്ചിയാണ് മേടിച്ചേക്കുന്നത്. പിന്നെ വേണ്ടിയത് ഒരു 4 സവാള എടുത്തേച്ച് ബിരിയാണിക്ക് വറുത്തിടുകയല്ലേ എന്ന് പറഞ്ഞല്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ പുള്ളിക്കാരത്തി പറഞ്ഞ. ഇതേപോലെ കുറച്ച് കൂടുതൽ ഉള്ളി മേടിച്ചേച്ച് അവരങ്ങ് വറുത്ത് വെക്കുമ്പോൾ ചിക്കൻ കറിയിലും പനീർ കറിയിലും അവർ ഏറ്റവും കൂടുതൽ ദം ആലു ചെയ്യാറുണ്ട്. അതായത് കുഞ്ഞു പൊട്ടറ്റോ വെച്ചിട്ട് ഇതേപോലെ കറി ഉണ്ടാക്കും. അതിലൊക്കെ ഉള്ളി വഴറ്റാനുള്ള സമയം മെനക്കെടാതെ ഇതാണ് കുറച്ചുകൂടെ കളറ് കിട്ടുക, രുചി കൂടുക, ഇതൊക്കെ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു. അപ്പോൾ ഇതേപോലെ കുറച്ച് ബ്രിസ്റ്റ ചെയ്തു വെച്ചാൽ നമുക്കും എളുപ്പമാണെന്ന് തോന്നുന്നു. ബിക്കോസ് ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ നാടൻ ചിക്കൻ കറിയിൽ പോലും ഇങ്ങനെ ഉള്ളി വറുത്ത് ഇത് ചേർക്കുവാണെങ്കിൽ രുചി കൂടും. അത് എൻ്റെ ഒരു അനുഭവങ്ങൾ കൊണ്ട് പറയുന്നതേ ഉള്ളൂ. പക്ഷെ അതല്ല, നമുക്ക് സാധാ വഴറ്റിയൊക്കെ എടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അതും ചെയ്യാം, നോ പ്രോബ്ലം. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഇത് മേടിച്ചതാ, ചതച്ച് ഫ്രഷ് ആയിട്ട് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് ഇതിപ്പോൾ പുതിന ഇലയാ, കുറച്ച് പുതിനായും വേണം, മല്ലിയിലയും കൂടെ ചേർക്കണം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, എരിവുള്ളതല്ല. എനിക്ക് എപ്പോഴും എരിവ് കൂടി പോയാൽ എനിക്ക് ടെൻഷനാണ്. അതല്ല, നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. സാധാ മുളക് പൊടി 50-50 ബേസിസ് ആണെങ്കിൽ അങ്ങനെ, അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എരിവ് മാത്രമാണെങ്കിൽ അങ്ങനെ അത് ചേർക്കാം. പിന്നെ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ വേണ്ടിയത് കുറച്ച് ഏലക്കായുടെ പൊടിയാ, പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാലയാ. ഈ പറഞ്ഞാൽ ഈ ഗരം മസാല ഉണ്ടല്ലോ, ഞാനേ മേടിച്ചതാ, പൊടിക്കുന്നതാ ഏറ്റവും കുറച്ചുകൂടി ഒരു മണം. പിന്നെ എന്നാന്ന് വെച്ചാൽ ഈ മേടിക്കുന്ന മസാലയ്ക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കംപ്ലീറ്റ്ലി നോർത്ത് സൈഡിലുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പം എന്നാ പറ്റുന്ന അറിയോ, നമ്മൾ ഗരം മസാല ഇടുമ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞ സെയിം കമന്റ്, ഇത് നമ്മുടെ ചിക്കൻ കറി എന്ന് പറയാനേ പറ്റത്തുള്ളൂ. പക്ഷേ പൊടിച്ചു വെച്ചിരിക്കുന്ന പാക്കറ്റിലെ ഗരം മസാലയ്ക്ക് ഒരു വേറെ ടേസ്റ്റാണ്. അപ്പം ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ ആ മസാല മേടിച്ച് ഇടുന്ന ഏറ്റവും ടേസ്റ്റ്. പിന്നെ വേണ്ടിയത് ഇത് കുറച്ച് പച്ച തേങ്ങ അരച്ചതാ. ഇതിനൊരു ഓപ്ഷൻ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൊപ്ര തേങ്ങ ഇല്ലേ, അത്രയും ആ ഒരു തേങ്ങ, ഒത്തിരി ഉണങ്ങിയതല്ല, എന്നാൽ ഉണക്ക് തുടങ്ങിയ തേങ്ങ,
അതിൽ നിന്നൊരു 3-4 സ്ലൈസ് എടുത്തേച്ച് അത് അരച്ചാലും മതി എന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ പിന്നെ ചിന്തിച്ചറിയാം, ഒരു കൊപ്ര ടേസ്റ്റ് അരയ്ക്കുവാന്നേൽ ആ കൊപ്രയുടെ ഒരു ചുവ വരും. നമ്മൾ ചേർക്കുന്നതാണെങ്കിൽ നെയ്യും റിഫൈൻഡ് ഓയിലും, അപ്പം എല്ലാ ഓയിലിൻ്റെ ഒരു ടേസ്റ്റ് കോമ്പിനേഷൻ നോക്കിയപ്പോൾ ശരിയായില്ല. ഇത് എൻ്റെ അഭിപ്രായം. പക്ഷെ അതല്ല, നിങ്ങൾക്ക് അങ്ങനത്തെ തേങ്ങ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ ഇത് സാദാ ജീരകമാണ്, നമ്മുടെ സാദാ വീട്ടിൽ ഉപയോഗിക്കുന്ന ജീരകം. ഇതിപ്പോൾ എൻ്റെ അവൈലബിൾ സാദാ ജീരകം, അതല്ല നമ്മുടെ കയ്യിൽ ഷാജീരകം ഉണ്ടെങ്കിൽ അതിടുക. ബിരിയാണിക്കൊക്കെ ഇടുന്നില്ലേ, അതുണ്ടെങ്കിൽ അതിടുക. പിന്നെ ഉള്ളത് കുറച്ച് ഗ്രാമ്പൂ. ഇതെന്നാന്നറിയാവോ, കുറച്ച് ആൽമണ്ടും കാഷ്യൂനട്ടും കൂടെ അരച്ചെടുത്ത പേസ്റ്റാണ്. ഇത് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ലതാ. കുരുമുളക് പൊടി ഇടുന്നുണ്ട്, പക്ഷെ എന്നാലും 2-3 പെപ്പർകോൺസും കൂടി ഇടുക. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം മതി. പിന്നെ ഉള്ളത് ഗരം മസാല ഇടുന്നുണ്ട്, പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു തക്കോലവും ഇച്ചിരി പട്ടയൊക്കെ ഇടുമ്പോഴല്ലേ അതിൻ്റെ ഒരു എന്താ പറയുക പഞ്ച് വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് 1-2 ഇടാം. ഗരം മസാല ഇടുന്നുണ്ട് എന്നും പറഞ്ഞ് ഈ പഞ്ചെന്നും പറഞ്ഞ് ഒരുപാട് അങ്ങ് ഇടുകയും വേണ്ട. പിന്നെ വേണ്ടിയത് ഒരു പുളിയില്ലാത്ത തൈര. ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് നെയ്യാ. അതല്ല നെയ്യ് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാലും മതി. പിന്നെ വേണ്ടിയത് കുറച്ച് തനി പശുവും പാല്. ഇതിനകത്ത് നമുക്ക് എന്നാ പറയാ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ഇടാം, അത് ഇല്ലാത്തവർക്ക് ഇടണ്ട, ഞാൻ പറയത്തില്ല ഇടണം എന്ന്. ഇനിയിപ്പോൾ എന്നാ ചെയ്യണ്ടേ, പണിയൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യുക, അന്നേച്ച് അടുപ്പിലോട്ട് വെച്ച് ദമ്മാക്കുക, ഇത്രയേ ഉള്ളൂ. പിന്നെ ദമ്മാക്കി ചിക്കൻ എല്ലാം വെന്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഈ ഇടയ്ക്കൊന്ന് ഇളക്കണം. എന്നാന്നോ, ഈ കാഷ്യൂനട്ടെല്ലാം ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യട്ടെ. ഒരു 4 സവാള ഇത് ഞാൻ മുരിച്ചെടുത്തിട്ടുണ്ടേ. അടുത്ത നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, അതൊരു 1 ടീസ്പൂണോളം ഞാൻ ഇടുക. പിന്നെ ഉള്ളത് നമ്മുടെ പൊടികളാണ്. 1 കിലോയ്ക്ക് ഒരു 4 ടീസ്പൂൺ കണക്കായിട്ട് എടുത്തോ. അപ്പം ഇത് 2 കിലോളം ഉണ്ട്. ഇത് പിന്നെ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് അത്ര എരിവ് വരികയില്ല. ഞാനൊരു 4, എൻ്റെ ഈ സ്പൂണിൻ്റെ കണക്കിന് ഒരു 4 സ്പൂൺ ഇടാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി ചേർത്തോളാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. കുരുമുളക് പൊടി 1 ടീസ്പൂൺ മതി. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാലോ. മല്ലിപ്പൊടിയും സെയിം, എത്രയാ നമ്മൾ മുളക് പൊടി എടുത്തതെന്ന് വെച്ചാൽ അതനുസരിച്ച്. പിന്നെ ഉള്ളത് കുറച്ച് ഏലക്കാപ്പൊടി, അത് മുഴുവൻ ഇടുവാണ്. ഇതൊരു 10 ഏലക്ക പൊടിച്ചിട്ടുണ്ടാവും. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഇടുന്നുള്ളൂ. പിന്നെ തേങ്ങ അരച്ചത്, ഷാഹി ജീരകം ഉണ്ടെങ്കിൽ അതിടാം, അല്ലെങ്കിൽ നമ്മുടെ സാദാ ജീരകം. പിന്നെ ഉള്ളത് 3-4 ഗ്രാമ്പു, 2-3 കുരുമുളക്, പട്ട ഇതിനകത്ത് തന്നെ 2 സ്ലൈസ് ഉണ്ട്, അപ്പോൾ ഒരുപാട് ഇടുന്നില്ല. തക്കോലത്തിന്റെ ഒരു ഫുൾ തക്കോലം വേണ്ട, അതിന്റെ 2 ഇതള് മാത്രം. പിന്നെ ഉള്ളത് തൈര്. ആദ്യം ഞാനൊരു കാര്യം ചെയ്യാം, ഇത് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തേച്ച് ബാക്കി കാഷ്യൂ പേസ്റ്റും ആൽമണ്ട് പേസ്റ്റും എല്ലാം പിന്നെ ചേർക്കാം. ഇനി ഇതിനകത്തോട്ട് ബാക്കി, ഇത് ഫുൾ പെരണ്ടിട്ടില്ല, ബാക്കി ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാൻ പോവാ. ദാറ്റ് ഈസ് നെയ്യ്. നെയ്യ് നല്ലോണം വേണം, പിന്നെ ലാസ്റ്റ് കുറച്ച് വേണം. അതുകൊണ്ട് ഞാനൊരു 3/4 ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഉള്ളത് നമ്മുടെ
അണ്ടിപ്പരിപ്പും ബദാമും കൂടെ അരച്ചത്. ഇനി ഇതിനെ ഞാനിത് വെക്കാൻ പോകുന്ന ചീനച്ചട്ടിയിലോട്ട് ഇടുവാണേ. ഓക്കെ, മസാല എല്ലാം തേച്ചു. പക്ഷെ ഒരു കാര്യം ഇട്ടിട്ടില്ല, ഉപ്പിട്ടിട്ടില്ല. അപ്പൊ ഉപ്പും ഇടണം, ബാക്കി ഇലകളും ഇടണം. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, പിന്നെ നമ്മുടെ ഇതിനകത്ത് ഇപ്പം പുതിന മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. കുറച്ച് പുതിന ഇലയും മല്ലിയിലയും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓ ഇത് നമ്മൾ ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ ചെയ്യുന്നതാണ്. അല്ല, അതിന്റെ ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി പാലും കൂടെ ഒഴിച്ചിട്ട് അടുപ്പിൽ വെക്കാൻ പോവാ. ദമ്മ് ചെയ്യാൻ ഇഷ്ടമുള്ളവര് അത് ചെയ്യാം. അതല്ല ഇങ്ങനെ സാധാ നമുക്ക് അത്രയും കൈവാക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുവല്ല, നമ്മൾ സാധാ ചിക്കൻ കറിയൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ നമ്മൾ വേവിച്ചെടുത്താൽ മതി. പാല് പിരിഞ്ഞു പോകുന്നുള്ള ഓർത്ത് പേടിക്കേണ്ട ആവത്തില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത് ഇനി വെന്താൽ മാത്രം മതി. ഇന്ന് വെന്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ആ ഉള്ളി വറുത്തതിൻ്റെ എണ്ണ, പിന്നെ ഈ പറഞ്ഞ നമ്മൾ ചേർത്ത നെയ്യുടെ, പിന്നെ എന്നാ പറയാ കൊപ്ര തേങ്ങ ചേർക്കുവാന്നേൽ അതിൻ്റെ എണ്ണമയവും എല്ലാം വരും. കൊപ്ര തേങ്ങ ചേർക്കുവാണെങ്കിൽ എൻറ്റയർലി ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് കൊപ്രയുടെ തേങ്ങ വെച്ചിട്ടാണ്. പക്ഷെ എന്നാന്നോ, എനിക്ക് ആ ഒരു ടേസ്റ്റ് അത്ര എനിക്കിഷ്ടമായില്ല. പക്ഷെ എല്ലാവർക്കും ഞാൻ എൻ്റെ പോലെ ആവണം എന്നില്ലല്ലോ. ഇഷ്ടമാണെങ്കിൽ ചേർത്തോളൂ, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പിന്നെ ഒരു ജയ്പൂർ ടേസ്റ്റ് എന്താണെന്ന് നമുക്കും അറിയാമല്ലോ. ഒരു എന്നാ പറയുക, കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ പല അറിവുകൾ നേടാനും പല ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ട്രൈ ചെയ്യുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇതൊരു ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ഒരു ഗീ റൈസിൻ്റെ കൂടെ, ഗീ റൈസ് വേണ്ട, നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഈ പറഞ്ഞ ബറോട്ടയാ, അത് നല്ലതാ, നാൻ നല്ലതാ. ഇതൊന്നും വേണമെങ്കിൽ അപ്പം ബെസ്റ്റാണ്. ഇതൊക്കെ കഴിക്കുക ചപ്പാത്തിയിലൂടെ നല്ലതാ. വെരി സിമ്പിൾ, വലിയ മെനക്കേടില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ പരുവ് എങ്ങനെയാണെന്നറിയോ? ചിക്കൻ ഒന്ന് വെന്തേച്ച് വെള്ളം ഊറും. വെള്ളം ഊറി കഴിഞ്ഞ് ഇത് നമ്മൾ ചേർത്തേക്കുന്ന എണ്ണ ഉണ്ടല്ലോ, എല്ലാം നല്ല തെളിഞ്ഞ് ഇതിൻ്റെ മേളിൽ വരും. അത് തിളയ്ക്കുമ്പോഴേ വരും, അതൊന്ന്. പക്ഷേ അതിൻ്റെ അറ്റ് ദ സെയിം ടൈം നമ്മൾ അതിൻ്റെ വേവ് കൂടെ നോക്കിക്കോണം. ഇടയ്ക്ക് ഇളക്കണം, മസ്റ്റാണ്. ബിക്കോസ് നമ്മൾ കാഷ്യൂ പേസ്റ്റും മറ്റും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇനിയിപ്പോൾ ഇത്രയും എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി ചെയ്തിട്ട് ചേച്ചി ഇപ്പം എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ ചിന്ത. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇന്ന് നമുക്കൊരു ഫിലിമിൻ്റെ കുറേ വിശേഷങ്ങൾ കേൾക്കാം. ഇന്ന് ആനീസ് കിച്ചണിൽ ഏത് ഗസ്റ്റാ വരുന്നതെന്നല്ലേ? വേറെ ആരുമല്ല, വിഷ്ണു ഉണ്ണികൃഷ്ണനും അതിൻ്റെ ഹീറോയിനുമാണ് വരാൻ പോകുന്നത്. ആ പടത്തിലെ ദാറ്റ് ഈസ് മാജിക് മഷ്റൂംസ് എന്ന് പറയുന്ന നാദർ ഷിക്കയുടെ ഫിലിമാണ്. നമുക്ക് ശരിക്കും നാദർ ഷിക്ക ശരിക്കും എനിക്കൊരു ചേട്ടനെ പോലെ തന്നെ, ഒരു സിസ്റ്റർ നിലയ്ക്കും മാത്രമല്ല, പക്ഷെ എൻ്റെ പ്രേക്ഷകർക്കും ആ വിശേഷങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, പണിയൊന്നും ചെയ്തില്ലെങ്കിലും അടുക്കളയിൽ പണിയില്ലാത്ത ഒരാളുമില്ല. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, വൃത്തിയാക്കിയതിന് ശേഷം വിഷ്ണുവും ആ പടത്തിൻ്റെ ഹീറോയിനുമായിട്ട് നമുക്കൊന്ന് വിശേഷങ്ങൾ പങ്കിടാം. നമസ്തേ. നമസ്കാരം. വേണോ എടുത്തോ? ചായ കുടിക്കാനോ കാപ്പി കുടിക്കാനോ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്നാ പറ്റി? ഓക്കെ, അതെ, എന്നാണ്ട് വിശേഷം? കുറെ നാളുകൾക്ക് ശേഷം ഒരു വിശേഷമായെന്നറിയാം, ട്വിൻസ് അല്ലേ? അതെനിക്ക് സന്തോഷം. പെൺകുട്ടിയോ ആൺകുട്ടിയോ? നമ്മള് മറ്റേ ക്ലബ്ബാണല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. എന്റെ ക്ലബ്ബിൽ കയറി, ഞങ്ങളുടെ ക്ലബ്ബിൽ കയറി. 3 ആൺകുട്ടിയുടെ ക്ലബ്ബല്ലേ അത്? ഞങ്ങൾ പുതിയൊരു ക്ലബ് ഫോം ചെയ്തു. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇപ്പൊ അടുത്ത ആളായി, ഞങ്ങൾക്ക് അടുത്ത മെമ്പർഷിപ്പ് ആയി. ഓക്കെ, എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം.
സുഖമായിട്ടിരിക്കണു. പുതിയ സിനിമ ഏറ്റവും പുതിയ വിശേഷം അതാണ്, മാജിക് മഷ്റൂം. അതിലും ഏറ്റവും വലിയ കാര്യം ചോദിക്കട്ടെ, എന്റെ ഇക്ക എങ്ങനെ ഇരിക്കുന്നു? ദാറ്റ് ഈസ് നാദർഷിക്ക എങ്ങനെ ഇരിക്കുന്നു? എന്റെ പ്രത്യേക അന്വേഷണം പറയണേ. അന്വേഷണം എന്ന് പറയാൻ പറഞ്ഞു, ഞങ്ങളും കൂടെ വരണേന്ന് ആണല്ലേ? എനിക്ക് വഴക്കുണ്ടാക്കാൻ പറ്റുന്ന ഏക ഒരു ചേട്ടനാണ്. ഓക്കെ, ഇന്നും കൂടി പറഞ്ഞോളൂ ആലഞ്ചേരി തമ്പ്രക്കളുടെ കാര്യം. ആ ഫിലിമിന്റെ സമയത്താണ് ശരിക്കും നാദർഷിക്കൻ ഭയങ്കരമായിട്ട് ഒരു ബ്രദർലി അഫെക്ഷൻ വന്നത്. സത്യം, സ്റ്റിൽ മെയിൻറ്റെയിനിങ്, ടച്ച് വുഡ്, അങ്ങനെ തന്നെ പോട്ടെ. അതെ, എങ്ങനെയുണ്ട് ഇക്കയുടെ ഫിലിമിനെ കുറിച്ചൊക്കെ പറഞ്ഞ ആദ്യം? അതാണ് വേണ്ടല്ലേ, എന്റെ ചേട്ടന്റെ പടം അല്ലേ മാജിക് മഷ്റൂംസ്? ഞങ്ങള് കട്ടപ്പനയിൽ ഋതിക് റോഷൻ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞതിന് ശേഷം, അതിനുശേഷം പിന്നെ ഇപ്പോഴാണ്, ഇപ്പൊ 10 വർഷമായി. 2016 കട്ടപ്പന ഇറങ്ങിയത്, 2026. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് ഞാനും കൂടി ഒരുമിച്ചൊരു പടം ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ് മാജിക് മഷ്റൂംസ്. ഒരിക്കലും കേൾക്കാത്തത്, എന്ന മലയാളം പേരല്ല, എന്നാ ഇംഗ്ലീഷ് പേരാണ്. പക്ഷെ മാജിക് മഷ്റൂംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വെറൈറ്റി. മഷ്റൂംസ് ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട് കഥയില്. ഒന്നും പറയാതിരിക്കാനാണെങ്കിലാണ് ഇരിക്കാൻ പോകുന്നത്. കഥ കേൾക്കണം ഞങ്ങക്ക്. പക്ഷെ എന്നാലും ഒരു ഇച്ചിരിയൊക്കെ അറിയാമല്ലോ. എന്നാ മാജിക് മഷ്റൂം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ മഷ്റൂമിനെ കുറിച്ച് ചേച്ചിക്ക് അറിയാലോ? അതറിയാം. മഷ്റൂം ഉണ്ടാവുന്നത് തന്നെ ഒരു മാജിക് ആണ് ആക്ച്വലി. ഇടിമിന്നല് ഉള്ളപ്പോ പെട്ടെന്ന് പൊട്ടിമുളച്ച് വരുന്ന ഒരു സാധനമാണ് മഷ്റൂം. അതിൽ തന്നെ ഒരു മാജിക് ഉണ്ട്. അപ്പൊ ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ ഗ്രോത്തിലൊക്കെ ഒരു മഷ്റൂമിന്റെ പോലുള്ള അങ്ങനെ ഒരു മാജിക് ജീവിത കഥയായിരിക്കും. അങ്ങനെ പറ, അത്ര അറിഞ്ഞാൽ മതി. ഞങ്ങക്ക് ബാക്കിയൊന്നും അറിയണ്ട. ബാക്കി സിനിമ കാണും. ബാക്കി സിനിമ കണ്ടിരിക്കും. ഞാനും എന്റെ പ്രേക്ഷകരും ഒക്കെ കാണും. എങ്ങനെയുണ്ട് പുതിയ റോള്? പുതിയ റോൾ അടിപൊളിയാണ്. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ഇക്കയായിട്ടുള്ള വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് അതൊക്കെ ഒന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യും. ഇക്കയുടെ കൂടെ ഇപ്പോ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത്ര ഒരു സ്പേസ് തന്നൂന്ന്, അതേപോലെ ആയിരുന്നു എനിക്കും. ബിഗിനറായിട്ട് വന്നു എന്നുള്ളൊരു പരിപാടിയെ ഫീൽ ചെയ്തിട്ടില്ല സെറ്റില്. നല്ല ഫ്രീഡം. അതിന് ഇപ്പൊ സജഷൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും, നമ്മൾ ആ ക്യാരക്ടർ ചെയ്യണമെന്നുണ്ടെങ്കിലും, അല്ലാതെ ഇരിക്കുമ്പോഴാണെങ്കിലും ആ ഒരു സ്പേസ് തന്നിട്ടുണ്ട് ഇക്ക. അത് ഇക്കയാണെങ്കിലും ചേട്ടനാണെങ്കിലും എന്ത് സജഷനും മീൻസ് ഇംപ്രൂവൈസ് ചെയ്തൊക്കെ പറയാനുള്ളത് എല്ലാം ഇക്ക കേട്ടിട്ട് എല്ലാം റിജക്ട് ചെയ്തോളും. ഇത് ചെയ്തേ ഉമ്മളെ, അത് വേണ്ട. പക്ഷെ അത് കൊള്ളാം, അടുത്ത പടത്തിലിട്ടോളാം. ഓക്കെ, നല്ല ഫ്രീഡം ആയതുകൊണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും ക്യാരക്ടറിലേക്ക്. നമുക്ക് കംഫർട്ടബിൾ ആവുമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ദിവസമൊക്കെ വരുന്ന സമയത്ത് സ്ട്രിക്റ്റ് ഒക്കെ സീനിയേഴ്സ്, അയ്യോ വിഷ്ണു ചേട്ടൻ, പിന്നെ ലൈക്ക് ഇക്കനെ കാണുന്നു, സുജിത്തേട്ടൻ ഇരിക്കുന്നു, നമുക്ക് ഒരു പേടി ക്രിയേറ്റ് ആവുമല്ലോ ഇനീഷ്യലി. പിന്നെ സ്റ്റാർട്ടിങ് തന്നെ ചെറിയ പോർഷൻസ് ഒന്നും ആയിരുന്നില്ല, കുറച്ചധികം ചെയ്യാനുള്ള പോർഷൻ ആയിരുന്നു. അപ്പൊ എനിക്ക് ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ 2 ദിവസത്തില് ഭയങ്കര കംഫർട്ട്. എങ്ങനെയുണ്ടായിരുന്നു വിഷ്ണുവിന്റെ സൈഡ്? വിഷ്ണു ചേട്ടനെ പേടിപ്പിച്ചോ? തിരിച്ചിങ്ങോട്ട് പൊക്കി എടുക്കുകയാണെങ്കിൽ തിരിച്ചടിക്കാം. അങ്ങനെയല്ല, ഓഡീഷന് കണ്ടപ്പോ തന്നെ നമ്മൾ ഒരു 4 കൂട്ടത്തെ 4 പേരുണ്ടെങ്കിൽ ഒരു ഫേസ് നമുക്ക് കാണുമ്പോ ചിരിക്കാം, അവരെ കണ്ടിട്ട് നമുക്ക് ചിരി വരും, ഓക്കെ കംഫർട്ടബിൾ ആണ്, അങ്ങനെ തോന്നിയൊരു പേഴ്സണാണ് വിഷ്ണു ചേട്ടൻ. അല്ല, കംഫർട്ടർ. അതെ അതെ, നമുക്ക് കാണുമ്പോ ഒരു സമാധാനം, നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തി നമുക്ക് ഫീൽ ചെയ്തു അല്ലെ? അതെ അതെ, ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ സെറ്റിലാണെങ്കിലും ഇനീഷ്യൽ ഡേയ്സിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആള്. ഇദ്ദേഹം പേടിച്ചോ വിഷ്ണു? എന്റെ കൂടെ അഭിനയിച്ചപ്പോഴോ? അല്ല, എന്റെ കൂടെ അഭിനയിച്ചപ്പോഴല്ല, ആക്ച്വലി വിഷ്ണുവിനോട് വർക്ക് ചെയ്യുമ്പോ ഇദ്ദേഹം ഇങ്ങനെ ഭയങ്കര സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഈ അഭിനയിക്കുന്ന സമയത്ത് പേടി ഉണ്ടായിരുന്നോ? അതൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും നമുക്കത് പേടി. ഇതിനോടൊപ്പം എത്തുമെന്നുള്ളായിരുന്നു നമ്മുടെ പേടി. അല്ല, പുള്ളിക്കാരി നല്ല ആക്ടറാണ്. പിന്നെ എന്താ നിങ്ങളുടെ മറ്റേ ആക്ടിങ് സ്കൂൾ തിയേറ്ററാണ്. തിയേറ്റർ അതാ പഠിച്ചേ? അല്ല, പഠിച്ചത് BSc ബോട്ടണിയാണ്. തിയേറ്റർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നല്ല ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് 1 സെക്കൻഡ് ഞാൻ ക്യാരക്ടർ ഔട്ട് ചെയ്തൊക്കെ അപ്പൊ പിന്നെ നമ്മളൊക്കെ പേടിച്ചിട്ട് ദൈവമേ ക്യാരക്ടർ. അങ്ങനെയല്ല, ഇവരുടെ കൂടെ ഇരിക്കുമ്പോ നമുക്ക് ചിരി വരും. വിഷ്ണു ചേട്ടനാണെങ്കിലും ഇങ്ങനെ ഫണ്ണൊക്കെ പറഞ്ഞിട്ടിരിക്കും. പക്ഷെ ആ ക്യാരക്ടറിന് അധികം ചില ഇമോഷൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തുടക്കം തന്നെ എടുത്ത സീൻസ് ഒക്കെ അങ്ങനെയാണ് പുള്ളിക്കാരിയുടെ. വിഷ്ണു ചേട്ടനെ കാണുമ്പോൾ എനിക്ക് ചിലർ ചിരി വരും, പക്ഷെ ചിരിക്കാൻ വിഷ്ണു അങ്ങനെയാണ് അപ്പൊ ഈ ബിഹേവ് ചെയ്തത്. കഷ്ടമുണ്ട് കേട്ടോ. കൊച്ചിനെ അഭിനയിക്കാൻ പോലും സമ്മതിക്കുമല്ലായിരുന്നോ? പറഞ്ഞിട്ടില്ലേ കാണുമ്പോഴേ ചിരി വരുമെന്ന്. ഞാൻ നമ്മളൊന്നും പറഞ്ഞിട്ടല്ല. അല്ല, ശരിക്കും വിഷ്ണു ചെയ്ത ക്യാരക്ടർ അനുസരിച്ചിട്ടായിരിക്കും അല്ലേ ആ ഒരു വിഷ്ണുവിനെ? ഇപ്പൊ പറയാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. അങ്ങനെ പേടിച്ചിട്ടാണ് നോക്കിയത് എന്താ പറയാൻ പോകുന്നത്. ശരിക്കും ഇതിന്റെ ജോണർ എന്താണ്?
ത്രില്ലറാണ്, ഒരു പക്ക ഫാമിലി എന്റർടൈനർ ആണ്. ഇപ്പൊ നമ്മള് സെൻസർ സർട്ടിഫിക്കറ്റ് വന്ന് ക്ലീൻ യു സർട്ടിഫിക്കറ്റ്, പക്ക ഹ്യൂമർ ഉള്ള പടം. എന്നാൽ ഒരുപാട് ലെയറുകളുള്ള, നേരത്തെ പറഞ്ഞ പോലെ കഥാപാത്രങ്ങളുടെ സൃഷ്ടിയിലൊക്കെ ഒരു മഷ്റൂമിൻ്റെതായിട്ടുള്ള ഒരു വളർച്ച ഒക്കെ ഉണ്ട്. ഓക്കെ, അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ? മ്യൂസിക് പാട്ട് ഇഷ്ടം പോലെ ഉണ്ടോ? മ്യൂസിക് ഡയറക്ടറും നാദർഷക്ക് തന്നെയാണ്. പിന്നെ പറയണ്ട, നല്ല മെലഡി ആയിരിക്കും. പാട്ടുകാര് ചിത്ര ചേച്ചി പാടിയുണ്ട്, ശ്രേയ ഘോഷാൽ പാടിയുണ്ട്, ശങ്കർ മഹാദേവൻ പാടിയുണ്ട്, നാഷികയുടെ മോള് ഖദീജ പാടിയിട്ടുണ്ട്, റിമി ടോമി പാടിയിട്ടുണ്ട്. മൊത്തം 5 പാട്ട്. 5 പാട്ട്. അപ്പൊ നല്ലൊരു എന്റർടൈനർ ആണ്. അതെ അല്ലേ? അപ്പൊ ഭയങ്കര കളർഫുൾ ആയിരിക്കും. കളർഫുൾ പടമാണ് ഇത്. ഈ ചോദ്യം ഉത്തരം ചൂസ് ദ കറക്റ്റ് ആൻസർ ചോദിച്ചേ. ഇതാണ് കളർഫുൾ ടിക്ക്. അങ്ങനെ പറയുന്നുള്ളൂ. ഞാൻ തന്നെ ചോദിച്ചോണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് വിശേഷം കേൾക്കട്ടെ, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ചേച്ചി ഇതിലുള്ള ആക്ടേഴ്സിനെ കുറിച്ച് പറയാം. അപ്പൊ തന്നെ ഒരു ഏകദേശം ഒരു പിക്ചർ കിട്ടും. ഇതില് ജാഫർക്ക് ഉണ്ട്, ഹരിശ്രീ ശോഭൻ ചേട്ടനുണ്ട്, നമ്മുടെ ബോബി കുര്യൻ ബോബി ചേട്ടനുണ്ട്, മനീഷ ചേച്ചി ഉണ്ട്, പിന്നെ അജു വർഗീസ് ഉണ്ട്, ജോണി ആന്റണി ചേട്ടനുണ്ട്, പിന്നെ നത്തില്ലേ നമ്മുടെ അബിൻ ബിനോ, പിന്നെ ഷമീർ ചൂരൽ എന്ന് പറഞ്ഞ ഇതിലുള്ള ഷമീർ, സിദ്ധാർത്ഥ് ഭരതനുണ്ട്, പൂജ ഉണ്ട്, അക്ഷയ് ഉണ്ട്, വിഷ്ണു ചേട്ടൻ. അത് ഓൾറെഡി പറഞ്ഞല്ലോ. മോക്ക് ഇഷ്ടമായിരുന്നു അഭിനയിക്കാനും ഒക്കെ? കുഞ്ഞുനാളും പോലെ കുഞ്ഞുനാള് മുതൽ സ്റ്റേജില് പെർഫോം ചെയ്യാൻ ഇഷ്ടമാണ്. ആക്റ്റീവ് ആയിരുന്നു, ആയിരുന്നു. അപ്പൊ ഫാഷൻ ഷോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടെ, ഫാഷൻ ഷോ ഇങ്ങനെ നമ്മൾ നടന്നു വരുന്നു പോകുന്നു എന്നുള്ള. പക്ഷെ ഞാൻ അവിടെ പാട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡാൻസ് കളിച്ചിട്ടേ പോകത്തുള്ളൂ. ഫാഷൻ ഷോ ആണെങ്കിലും ഇഷ്ടമായിരുന്നു. എനിക്ക് ഹൈപ്പർ ആയിരുന്നു തോന്നുന്നല്ലേ, നടക്കാൻ പറഞ്ഞ ഡാൻസ് ചെയ്തോണ്ടേ പോകുള്ളൂ. അല്ല, ചെറുതാവുമ്പോ. അപ്പൊ അങ്ങനെ എനിക്ക് ലൈക് സോങ് കേൾക്കുമ്പോ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നിക്കാൻ അങ്ങനെ ഇഷ്ടമാണ് പെർഫോം ചെയ്യാൻ ചെറുപ്പം മുതലേ. അതല്ല ഈ പടത്തിൽ ആ പാട്ടിൽ കിടന്ന് തുള്ളിയത്. അതെ, ചേച്ചി അത് കഴിഞ്ഞത് കാണണം. വിളിക്കാതെ. അത് കഴിഞ്ഞ് സിനിമ ലൈക്ക് സിനിമയിൽ എത്തും അല്ലെങ്കിൽ സിനിമ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ പാലക്കാട് ചെറിയൊരു പ്ലേസിനാണ് വരുന്നത്. നമ്മൾ സിനിമയെ കുറിച്ച് ചോദിക്കുമ്പോൾ സിനിമയോ അങ്ങനത്തെ ഒരു മോഡായിരുന്നു. പക്ഷെ കുറെ കാര്യം എങ്ങനെ വന്നേ? ലൈക്ക് ആ സമയത്ത് റീൽസ് ഒക്കെ ആയിരുന്നു. അത് നമുക്ക് വേറൊരു എങ്ങനെയാ ആരോട് പോയി ചോദിക്കും അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ കണ്ടപ്പോ ഓക്കെ, റീൽസിൽ നമുക്ക് ആക്ടിങ് എന്താണോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ആക്റ്റീവ് ആയിരുന്നു. അതിൽ ചുമ്മാ ചെയ്യാതെ ആക്ടിങ് വീഡിയോസ് കൈൻഡ് ഓഫ് ചെയ്തിരുന്നു. പിന്നെ അതുവഴി ലൈക്ക് ലവ് ടുഡേ എന്ന് പറഞ്ഞ തമിഴൊരു മൂവി ചെയ്തു. അത് തമിഴിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മലയാളം മൂവി വേറൊന്ന് ചെയ്തായിരുന്നു. അങ്ങനെ ഇങ്ങനെ 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 സോ മച്ച് ഓഫ് എക്സ്പീരിയൻസ്. ഇത് പുതുമയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അല്ലേ? അല്ല, ശരിക്കും വിഷ്ണു പറഞ്ഞപ്പോ ശരിയും തോന്നുന്നു. പെർഫോം ക്യാരക്ടർ ആവട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോ നമുക്കൊരു പേടിയോ ഇത്രയും വലിയൊരു ആക്ട്രസ് ആണോ എന്നുള്ളതായിപ്പോ അല്ലേ? പക്ഷേ ഭഗവാൻ അനുഗ്രഹിച്ച് അങ്ങനെ ആവട്ടെ അല്ലേ? വിഷ്ണുവിന്റെ എഴുത്ത് ഇനിയും സ്ക്രിപ്റ്റും എപ്പോഴാ വരുന്നത്? നെക്സ്റ്റ് ഞങ്ങളൊരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടിരിക്കുവാണ്. അപ്പൊ അത് പ്രൊജക്ട് ആയിട്ടില്ല. ഇപ്പൊ ബിബിനും അഭിനയിക്കാനുള്ള തിരക്കില്ല. ബിബിന്റെ കൂടെയാ ചെയ്യുന്നത്? ഇതിന് മുമ്പ് ചെയ്ത അമർ അക്ബർ എല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ്. അമർ അക്ബർ അന്തോണി, കട്ടപ്പനയിലെ ഋതിക് റോഷൻ, ഒരു യമണ്ടൻ പ്രേമകഥ, വെടിക്കെട്ട്, 4 സിനിമകൾ ഞങ്ങൾ എഴുതിയത്. ഇപ്പൊ ഇനി വരാൻ പോകുന്നതാ? അത് ഫിക്സ് ചെയ്തിട്ടില്ല. അല്ല, ജോണർ ഹ്യൂമർ ഡയറക്റ്റ് ചെയ്യണ്ടേ? ഡയറക്ട് ചെയ്ത് വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡയറക്ട് ചെയ്തതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡയറക്ട് ചെയ്യണില്ല, ഞാനും ബിബിനും കൂടി തന്നെ. ഇനി ഡയറക്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്? ഒരു പടം ഡയറക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 2 കൊല്ലം അതിന്റെ പുറകെ പോക്ക. ആ ഗ്യാപ്പിൽ എത്ര പടം പോയി അഭിനയിക്കാം. ശരിക്കും പറഞ്ഞാൽ അഭിനയിക്കാനാണ് എളുപ്പം, ഡയറക്ഷൻ ആണ് എളുപ്പം? അഭിനയിക്കാൻ ഒരു ടെൻഷനും ഇല്ലല്ലോ അല്ലേ? വന്ന് അഭിനയിച്ചാൽ ടെൻഷൻ ഇല്ലെന്നല്ല, എന്നാ പോലും ഡയറക്ട് ചെയ്യുമ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിഷ്ണു ശരിക്കും ഫിലിമിലേക്ക് വരുന്നത് എങ്ങനെയാ? ഞാൻ മിമിക്രിയില് യൂത്ത് ഫെസ്റ്റിവലിന് സ്റ്റേറ്റിൽ ഫസ്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പൊ നമ്മുടെ സിബി മലയിൽ സാറിന്റെ എന്റെ വീട് അപ്പുന്റെ എന്ന് പറഞ്ഞ പടത്തില് അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ നിഷാദൊക്കെയാണ് എന്നെ ആദ്യമായിട്ടൊരു സീനിലേക്ക് ഇങ്ങനെ വിളിക്കുന്നത്. ഇത് ഈ ഷോ കണ്ടിട്ടാണോ? പുള്ളിക്ക് അറിയാം ഞങ്ങള് മിമിക്രി, ഞങ്ങളുടെ ട്രൂപ്പിന്റെ മൻരാജ് എന്ന് പറഞ്ഞ ഒരു ആക്ടറുണ്ട്. മൻരാജ് ഏട്ടന്റെ ട്രൂപ്പില് മിമിക്രിയിൽ ഞങ്ങൾ 3-4 പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് മൻരാജന്റെ അടുത്ത് പുള്ളിനെ കാണാൻ ഈ നിഷാദൊക്കെ വരുമ്പോ എന്നെയൊക്കെ കാണുന്നുണ്ട്. ഞങ്ങളവിടെ റിഹേഴ്സൽ ചെയ്യണതും ഒക്കെ. അപ്പൊ ഈ പുള്ളി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള പടത്തിൽ ഇങ്ങനെ ജയിലില് കുറച്ച് ജുവനൈൽ ഹോമിലെ പിള്ളേർ വേണം. അപ്പൊ അതിലൊരു നല്ല ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോടും ചെല്ലാൻ പറഞ്ഞതാ.
ഞാൻ ചെന്നപ്പോൾ ആ ക്യാരക്ടറിന് ഓൾറെഡി വേറൊരാളെ എടുത്തു. അപ്പൊ എന്നോടും പക്ഷെ കൂടെ നിന്നോളാൻ പറഞ്ഞു, എന്തെങ്കിലും ഡയലോഗ് വരുമ്പോ തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിവിടെ നിന്നു. എന്നിട്ടൊരു ഡയലോഗ് വന്നപ്പോ എനിക്ക് തന്നു, എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ തന്നെ സിബി സാറിന് ഇഷ്ടമായി. ഓക്കെ, ആ ടേക്ക് പോവാന്ന് പറഞ്ഞ് ഫസ്റ്റ് ടേക്ക് ഓക്കെ. അപ്പൊ അന്ന് ഇതാണല്ലോ, ഡിജിറ്റൽ ഒന്നും ആയിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ടേക്കിൽ തന്നെ എന്നെ തല്ലണതും ഞാൻ കരയണതൊക്കെ ആയിട്ടുള്ളൊരു ആരാണ് ഇത് മോഷ്ടിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ജയിൽ വാർഡൻ TS രാജു ചേട്ടനാ, പുള്ളി ഇങ്ങനെ വഴക്ക് പറയുന്ന ഒരു സീനാണ്. അപ്പൊ ഞാൻ തല്ലുകൊണ്ട് കരയണോ നല്ല ഭീകരമായിട്ട് ആലറി വിളിച്ച് കരഞ്ഞ്. അപ്പൊ ആ ടേക്ക് കഴിഞ്ഞപ്പോ തന്നെ സിബി മലയിൽ സാർ വന്നിട്ട് ഒരു ഷെയ്ക്ക് ഹാൻഡ് തന്നു. അപ്പൊ തന്നെ ലൊക്കേഷൻ മൊത്തം കയ്യടിയാ. അതൊരു കറക്റ്റ് നല്ലൊരു അപ്രിസിയേഷൻ അല്ലേ സിബി സാറാണല്ലോ, നാഷണൽ അവാർഡ് കിട്ടിയ പോലെ. സത്യം. പിന്നെ ആ പടത്തില് ത്രൂ ഔട്ട് എല്ലാ സീനിലും, ആ ജോനയിലുള്ള എല്ലാ സീനിലും എന്നെ ഉൾപ്പെടുത്തി. പിന്നെ വേറെ കുറെ ഡയലോഗ്, കുഞ്ഞിലെ മുതൽ അഭിനയിക്കാനൊക്കെ. പിന്നെ കുഞ്ഞുനാള് മുതൽ ഇത് തന്നെയായിരുന്നു നമ്മുടെ പ്ലാൻ. എന്തായാലും സിനിമയിലെത്തും. ഞാൻ എൻ്റെ ഓട്ടോഗ്രാഫിലൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ എഴുതിയിട്ടുള്ളത് അതായിരുന്നു, നീ എന്തായാലും വലുതാവുമ്പോൾ നടനാവുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പോഴേ മാനിഫെസ്റ്റ് ചെയ്ത്. അതെ, എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എന്തായാലും നടനാവും എന്നുള്ളത്. എങ്ങനെയും എത്തിപ്പറ്റും എന്നുള്ളത് നിശ്ചയിച്ചത്. കാരണം നമ്മൾ അന്ന് കാണുന്നത് എങ്ങനെയാ, മിമിക്രി ചെയ്ത്, മിമിക്രിയിലൂടെ ജയറാമേട്ടൻ, ദിലീപേട്ടൻ, സലിംകുമാർ, കലാഭവൻ ഇവരൊക്കെ സിനിമയിൽ വന്നേക്കണ മിമിക്രിയിലൂടെ. അപ്പം ഞാൻ മിമിക്രിയിൽ നല്ല സ്റ്റാറായിട്ട് സ്കൂളിലൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനം കിട്ടുന്നു, ഡിസ്ട്രിക്ട് ലെവലിൽ പോകുന്നു, സ്റ്റേറ്റ് ലെവലിൽ പോകുന്നു, പത്രത്തിൽ ഫോട്ടോ വരുന്നു. അപ്പം അങ്ങനെ ഇപ്പം എന്തായാലും ഞാൻ സിനിമയിലൊക്കെ ആണല്ലോ. എനിക്ക് ആദ്യമായിട്ട് ഡൗട്ട് തോന്നി എവിടെയാണെന്നറിയോ, ഇതിനൊക്കെ ശേഷം ചെറിയ ചെറിയ സീനുകളൊക്കെ നമുക്ക് പടങ്ങളിൽ കിട്ടി. ലാസ്റ്റ് നല്ല വേഷമൊന്നും കിട്ടാണ്ടായപ്പോൾ ഞാനും ബിബിനും കൂടി ഞങ്ങളെ വെച്ചിട്ട് തന്നെ എഴുതിയാൽ ചെയ്യാമെന്നൊരു നൗഫലൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ എഴുതി. അത് പിന്നെ സിനിമയായി സംഭവിച്ചു. അതാണ് നാദിർഷക്ക ചെയ്ത അമർ അക്ബർ അന്തോണി. അതിനുശേഷം കട്ടപ്പന. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലായി നമ്മളെന്തായാലും നായകനും. ഈ കട്ടപ്പന ഇറങ്ങി വൻ ഹിറ്റായി കഴിഞ്ഞിട്ട് ചില ഇൻ്റർവ്യൂവിൽ എന്നോട് ചില ആൾക്കാർ ചോദിച്ചു, എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് സംശയം, അത്രയും പറ്റൂലാത്ത കാര്യമായിരുന്നോ എന്ന്. അല്ല, ആ ചോദ്യത്തിലെ അത്ഭുതം കണ്ടപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് സംശയം. അപ്പൊ അതുവരെ എനിക്ക് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ അത്രയും മനസ്സിൽ ഉറച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ വിശ്വസിക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ് എല്ലാരും. കറക്റ്റാ. മോക്കും ഇതേപോലെ തന്നെ ആയിരുന്നു അല്ലെ? കോയിൻസിഡൻസ് ആണ്, ബട്ട് സ്റ്റിൽ എന്നാലും എന്തെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യണം എന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആഗ്രഹം ഉണ്ടോ? ഇന്ന പോലെ കൊറേ ഉണ്ട്, പക്ഷെ അതില് ദേവസേന എല്ലാരും അതാ ചോദിക്കുന്നത്. ലൈക്ക് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറേ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പൊ ഐ എം നോട്ട് പ്രിപ്പയർഡ്, എനിക്കറിയാം. ബട്ട് ഫ്യൂച്ചറിൽ ഊർവശി മാം ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു കോമഡി ക്യാരക്ടറും ഇഷ്ടമാണോ? കോമഡി? അതെ. പെർഫോം ചെയ്തിട്ടുണ്ടോ അതിന് മുന്നേ? ചെയ്തതിൽ വല്ലതും? മൂവീസിലായിട്ട് ചെയ്തിട്ടില്ല, പക്ഷെ എനിക്കത് ട്രൈ ചെയ്യണമെന്നുണ്ട്. ആൻഡ് കിൽ ബില്ലൊക്കെ പോലെ ഒരു ഫുൾ ഫൈറ്റ് മൂവി ചെയ്യണമെന്നും ആഗ്രഹമാണ്. ഇത് ലൈക്ക് വേറെ കൈൻഡ് ഓഫ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് രണ്ടും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ടഫറാണ്. നമ്മൾ കോമഡി കൈകാര്യം ചെയ്യുന്നു, പിന്നെ അങ്ങനെ ആരെങ്കിലും എന്നെ കണ്ടിട്ട് വിളിച്ചാലോ അല്ലേ? അല്ല, ശരിക്കും ഇതിനകത്തെ ക്യാരക്ടർ എന്നാ? ഇതിനകത്ത് പാവം പിടിച്ച കുട്ടിയാണോ? അതായത് പുള്ളിക്കാരിക്കായിട്ടൊരു ലോകമുള്ള ഒരു കൊച്ചാണ്. നമ്മളൊക്കെ കാണുന്ന ഒരു കാഴ്ചപ്പാടല്ല. പുള്ളിക്കാരിക്കായിട്ട് പല ഇഷ്ടങ്ങളും, നമ്മൾ ഇതെന്താ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കും അവളെ കൂടുതലായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഒട്ടും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളായിരിക്കും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എൻജോയ്ഡ്? ഐ റിയലി എൻജോയ്ഡ്. ഭയങ്കര നാടൻ പെൺകുട്ടിയാണോ? ഐ മീൻ അതെ അതെ, ഇടുക്കിയിലത്തെ ഒരു നാടൻ പെൺകുട്ടിയാ. ഓക്കെ. ഇപ്പം ചെയ്യുന്ന ഫിലിം പക്ഷെ തോട്ട്സ് ഒക്കെ ഭയങ്കര ലൈക്ക് ഓപ്പൺ തോട്ട്സ് ആണ്. ശരിക്കും അഭിനയത്തിലേക്ക് വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു? ഇനീഷ്യലി ദേ ഹാഡ് ഡൗട്ട്സ്. കാരണം ലൈക്ക് എങ്ങനെ ഇവിടുന്ന് അതെങ്ങനെ എത്തിപ്പെടും, ദൂരെയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുക. സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ദൂരെയാണ്. അപ്പം ആ ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എഫേർട്ടുകൾ കണ്ടിന്യൂസ് അതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും ചെറിയ ചെറിയ പോയിന്റിൽ നമ്മൾ ലൈക്ക് റെക്കഗ്നൈസ് ചെയ്യുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ADs ഒക്കെ പറയുമല്ലോ പാരൻസിൻ്റെ അടുത്ത്, കൊച്ചു കൊള്ളാം ഒന്ന് വിട്ടേക്കും എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ ഓരോരോ സ്റ്റെപ്പുകളിൽ അവർക്ക് വിശ്വാസം വന്നു. ഇപ്പോൾ ഭയങ്കര അവരാണ് എൻ്റെ ഏറ്റവും ചിയർ ലീഡേഴ്സ്. അച്ഛനും അമ്മയൊക്കെ റീലിൽ മുട്ടൻ ഡാൻസ് കളിക്കണ കൂടെ അച്ഛൻ അമ്മ അതെ. അല്ല, ശരിക്കും വിഷ്ണുവിന് സപ്പോർട്ട് ഉണ്ടായിരുന്നോ ആ ടൈമില്? വിഷ്ണു വരുമ്പോ വീട്ടിൽ നിന്ന്? എനിക്ക് കുഞ്ഞുനാളും അല്ല
വീട്ടിൽ നിന്ന് സപ്പോർട്ടാണ്. പക്ഷെ എന്നാലും ആൺകുട്ടികൾക്ക് ഒരു ബേസ് എഡ്യൂക്കേഷൻ വേണം, അങ്ങനെ നീ ജോലി നോക്കണം, അതിന്റെ കൂടെ നീ നടത്തിക്കോ എന്നൊരു ഉപദേശം പോയി തന്നില്ല? അല്ല അതൊക്കെ ഉണ്ട്. അല്ല ഞാൻ എഡ്യൂക്കേഷൻ ഉണ്ട്, എനിക്ക് ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് ആണ്. അതെ, അല്ല അത്രയും നമ്മൾ ഡിഗ്രി എടുത്തിട്ടേ, അല്ല ഞാൻ സീരിയസ് ആയിട്ട്, അപ്പത്തേക്കും അപ്പനും അമ്മയ്ക്ക് അതൊരു ഡിഗ്രി എടുത്തപ്പോ അവർക്ക് ഗ്യാരണ്ടി ആയി? അങ്ങനെയല്ല, ഞാൻ അതിനു മുമ്പ് ഞാനിപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും കണ്ണൂരൊക്കെ വേറെ ട്രൂപ്പിന്റെ കൂടെ ഗ്യാപ്പിൽ മിമിക്രി കളിക്കാൻ പോയിട്ട് അന്ന് 50 രൂപയൊക്കെയാണ് പേയ്മെന്റ് കിട്ടുന്നത് ഒരു ഷോയ്ക്ക്. എന്ന് വെച്ചാ അന്നത്ര ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാണ്. അന്ന് 50 രൂപ എനിക്ക് ഭയങ്കര വലുതാ. ആ പൈസക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെയല്ല. എന്നാലും നമ്മളെ ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ ഉത്സവത്തിന് പ്രോഗ്രാമിനൊക്കെ ഞാൻ 1 man ഷോ ആണ് കയറി ചെയ്യണം ഒറ്റയ്ക്ക്. അപ്പൊ ആണെങ്കിൽ കുരുട്ടടക്കേടെ അത്രേ ഉള്ളൂ. എന്നിട്ട് കയറിയിട്ട് ഞാൻ ചിത്രഗീതം എന്നൊക്കെ പറഞ്ഞ പരിപാടിയൊക്കെ ചെയ്യണം. ഞൊടിയിടയിൽ പോയിട്ട് ഡ്രസ്സ് മാറി വരിക, സുരേഷ് ഗോപിയുടെ സോങ്, നസീറിന്റെ, ജയന്റെ, ഇതൊക്കെ അങ്ങോട്ട് ചെയ്ത് അപ്പൊ ഭയങ്കര കയ്യടിയും ബഹളവും. ചെറുപ്പത്തിലൊരു ചെറിയ പയ്യൻ ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോ അല്ലേ? അല്ല അപ്പൊ എനിക്ക് നോട്ടുമാലയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പൊ ഞാൻ ഇത്രയും ഭയങ്കര താല്പര്യത്തോടുകൂടി ഇത് നിൽക്കുമ്പോൾ അതിനെനിക്ക് ഫുൾ സപ്പോർട്ടാ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ കുടുംബശ്രീന്ന് ലോൺ എടുത്ത് ട്രൂപ്പ് തുടങ്ങിയ ആളാണ് ഞാൻ. അതിപ്പോഴുണ്ടോ? ഇല്ല, ട്രൂപ്പൊക്കെ നിർത്തി. അത് ആ ട്രൂപ്പിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തന്നെ ലോണൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പൊ മിമിക്രി ഒന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ലേ വിഷ്ണു? ഇല്ല ഇല്ല ഇല്ലെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കാനില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞു പ്രശ്നം? ഇല്ല, സത്യമായിട്ടും ഇല്ല. ഒന്നുമില്ലെങ്കിൽ നാദർശിക്കനെ ഇമിറ്റേറ്റ് ചെയ്തൂടെ? എനിക്ക് വരാനേ പറയാൻ പറ്റില്ല, ഞാനല്ലേ പറഞ്ഞ. അവിടെ നിന്ന് ഇക്ക ഒന്നും പറയില്ല. ഇക്ക എങ്ങനെ സെറ്റിൽ എന്ന് കാണിച്ചാൽ മതി. അയ്യോ, ഇതിപ്പോ ഇങ്ങനെ ഞാൻ പറയും. ഇക്ക് ചില സമയത്ത് ഇക്ക പറയുമ്പോ ഇങ്ങനെ ഫംബിളാവും. അത് ഇത് തന്നെ കേട്ടോ. ഇക്ക ഇനി കണ്ടു കഴിഞ്ഞാൽ ഇത് പറഞ്ഞോളും, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പൊക്കോളും, ഞാൻ പറഞ്ഞിട്ടാ ചെയ്തു തന്നെന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. പാട്ട് പാടില്ലേ വിഷ്ണു? പാട്ട് അക്ഷയ പാടും. എന്റെ ഒച്ചടഞ്ഞിരിക്കണ മനസ്സിലാവുള്ളൂ. ഇല്ല, ഒന്ന് കേൾക്കാൻ വയ്യെന്ന്. അത് പറ്റില്ല, പാട് വിഷ്ണു. വിഷ്ണു പാട്ട് പഠിച്ചിട്ടുണ്ട്, മിമിക്രി ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തു. ഞാൻ ഇവിടെ ഭയങ്കര ശ്രുതിയും താളവും അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. വിഷ്ണുവിന്റെ ഒരു പാട്ട് ഇത്രയും നേരം തുറന്ന് വർത്താനം പറഞ്ഞ ആളാണ്. മോള് പറയും. അയ്യോ, ഞാൻ പാടത്തില്ല, വിഷ്ണു ചേട്ടനാണ് പാട്ടുകാരൻ. വിഷ്ണു ഇന്ന് തീരുമാനിക്കും. 2 വരി പാടിക്കളയാം. കട്ടപ്പനയിലെ പാട്ട് പറട്ടെ. അഴകേ അഴകേ നനു നനവേഴും മഴയേ, ഇനി എൻ മിഴികൾ ഒരു നിഴലായി നിൻ വഴിയേ, അഴകേ അഴകേ. ഇത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇത് തന്നെ കേൾക്കുമ്പോ എന്ത് സന്തോഷാന്നറിയോ? ചെറിയൊരു വെള്ളി ഉണ്ടായി, അതെന്നറിയാം. വെള്ളി വന്നാലും ഇപ്പൊ ശ്രുതി തെറ്റിയാലും ഒന്നുമല്ല. പക്ഷെ ആ ഒരു നിമിഷം ഞാനും എൻ്റെ അമ്മമാരല്ല ചേച്ചിമാര്, കുറച്ച് ഫാമിലി ആൾക്കാരുണ്ട്, അവര് സന്തോഷിക്കില്ലേ? ആ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കൊടുക്കാൻ പറ്റിയ അത്രയും നല്ലതല്ലേ? അല്ലേ? അത് മതി. ധന്യമായി. ഞങ്ങളും അതെ. അതെ, ഇറങ്ങാനുണ്ട്. ഓട്ടം എന്നുള്ളൽ എന്ന് പറഞ്ഞിട്ട് മാർത്താണ്ഡൻ ചേട്ടൻ്റെ പടം, അതാണ് അടുത്ത ഇറങ്ങാനുള്ള പടം. അതിൽ എന്നാ ക്യാരക്ടർ? അതില് ആ കലയെ ബേസ് ചെയ്തിട്ടുള്ളതാണോ? അല്ലല്ല, ചുമ്മാ ഓട്ടം. അത് ഓട്ടം എന്നുള്ളല്ല, ഓട്ടം പ്ലസ് തുള്ളൽ. അങ്ങനെ ആ ഓട്ടം തുള്ളൽ. ഓക്കെ, ഞാൻ വിചാരിച്ച ആ കലയെ ബേസ് ചെയ്തിട്ട് ഇനി ആ ക്യാരക്ടർ അങ്ങനെ വരുന്നതാണോ? അല്ല, അതും ഒരു ഹ്യൂമർ പടമാണ്. വിഷ്ണു നല്ല ഹ്യൂമറാ ചെയ്യുന്നത്. സീരിയസ് പടം ഇതുവരെ ചെയ്തില്ലേ? സീരിയസ് പടം വെടിക്കെട്ടിലല്ല, സീരിയസ് ആയിരുന്നു. ആ ശരിയാ, പക്ഷെ എന്നാലും ഭയങ്കര ഒരു പെർഫോമൻസ്, അങ്ങനത്തെ ക്യാരക്ടേഴ്സ്. അങ്ങനത്തെ ഒരു പടം ചെയ്യാൻ പോണു ഇപ്പൊ. ഡിസ്കോ. അല്ല, ഡിസ്കോ അല്ല, അതില് സീരിയസ് ആയിട്ട് ചെയ്യാൻ പോകുന്നു. ഞാൻ ചെയ്യാൻ പോകുന്നത് സീരിയസ് ആയിട്ടുള്ള റോളാണോ? അതെ, ചെയ്യാൻ പോകുന്നത് ഡിസ്കോ. പടത്തിന്റെ പേര് ഡിസ്കോ. നെക്സ്റ്റ് മൂവി ഏതാ? ഞാൻ തമിഴിലൊരു ക്രൈം ത്രില്ലർ റിലീസ് ആവാനുണ്ട്. തമിഴിലല്ലേ ഒരു അന്യഭാഷ ചെയ്തേ, അല്ലാതെ തെലുങ്കു അങ്ങനെയൊന്നും തുടങ്ങിയില്ല. അപ്പം എനിക്ക് തോന്നുന്നു നാദർശിക്കയുടെ ഈ ഫിലിം ഇറങ്ങിയതിന് ശേഷം തെലുങ്കുലൊക്കെ പോവായിരിക്കും. പോട്ടെ, അങ്ങനെ പോട്ടെ. ഇവിടെ പുതിയ ആളുകൾക്ക് അവസരം കിട്ടും. എക്സ്പ്രഷൻ കണ്ടോ? ആ പോട്ടെ, അത് പുള്ളിക്കാരത്തെ കണ്ടില്ല കേട്ടോ എക്സ്പ്രഷൻ. ബട്ട് സ്റ്റിൽ വി ഷുഡ് വിഷ് ഹർ അല്ലേ, നല്ലൊരു ഫ്യൂച്ചർ ആക്ട്രസ്
കിട്ടുന്ന അവസരങ്ങൾ, അതും നമ്മുടെ മലയാളികൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ സംതിങ് പ്രൗഡ് അല്ലേ? എന്താ പറയാ, ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. ഇനിയിപ്പോ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ ഉണ്ടാക്കിയ ഒരു അന്യഭാഷയെ പോവല്ലേ, അപ്പൊ ഞാൻ പോകുന്നില്ല. പക്ഷെ പോവാണെങ്കിൽ അവിടെ പോയിട്ട് ഭക്ഷണം നല്ലത് കഴിക്കണ്ടേ, അവിടുത്തെ ടേസ്റ്റ് അനുസരിച്ച്. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് അങ്ങനത്തെ ഒരു ഭക്ഷണം. അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ? ജയ്പൂർ ടൈപ്പ്, ജയ്പൂർ ദം ചിക്കനാ ചെയ്തത്. നോക്കാം അല്ലേ? വരൂ ബാ. ചൂട് പോകുന്നതിന് മുമ്പ് വിളമ്പണോ, ചൂട് ആറിയിട്ട് വിളമ്പണോ? ഭക്ഷണം ചൂടോടുകൂടി കഴിക്കുന്നതല്ലേ ടേസ്റ്റ് അല്ലേ? അതല്ല, കഴിക്കണതിനെ കുറിച്ച് പരാമർശിച്ചില്ല, വിളമ്പണതിന്റെ കാര്യം മാത്രം. ഞാൻ വിളമ്പിയാലേ പരാമർശിപ്പിക്കാൻ പറ്റുള്ളൂ. വിളമ്പട്ടെ, അത് വർത്താനം പറഞ്ഞിട്ട് വിളമ്പണം. വർത്താനം പറഞ്ഞാല് ശ്രദ്ധ ഇതിലായിരിക്കും. അപ്പൊ പിന്നെ ഞാൻ വിളമ്പാം. ചേച്ചി കഴിക്കണല്ലേ? ഇല്ലയോ? ഞങ്ങള് കഴിച്ച് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ മാത്രമേ ചേച്ചി. ദേവി അനുഗ്രഹിച്ച് തമ്പുരാന്റെ കൃപ കൊണ്ട് ഇതുവരെ ഒന്നുമില്ല. ചേച്ചി എന്നാന്നറിയോ, നല്ല നിറഞ്ഞ മനസ്സോടെ ഉണ്ടാക്കുന്നത്. അപ്പൊ തമ്പുരാൻ അനുഗ്രഹിച്ച് ഒന്നും വരികയല്ല, കഴിച്ചോളൂ. ഭക്ഷണം കഴിക്കാൻ കൊടുത്തിട്ട് വർത്താനം പറയരുതെന്നാണ് പ്രേക്ഷകർ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പ്രാവശ്യം ഉപദേശിച്ചു, പക്ഷെ നടക്കുകയല്ല. കാര്യം നിങ്ങൾ ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കും, ഞാൻ മിണ്ടാതിരുന്ന എന്നാ രസം അല്ലേ? പിന്നെ ഭയങ്കര സാധാരണഗതിയിൽ എങ്ങനെയാ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും ഡൈനിങ് ടേബിളിൽ വർത്താനം പറഞ്ഞ് കഴിച്ച് ഇങ്ങനെ ഒക്കെ അല്ലേ നമ്മൾ സംസാരിക്കുന്നത്? അത് തന്നെയല്ലേ, സെയിം അല്ലേ ഇത് ഇവിടെയും വേണ്ടേ? നല്ല ഓതന്റിക് നോർത്ത് ഇന്ത്യൻ അല്ലേ? ഇഷ്ടായില്ലേ ടേസ്റ്റ്? എന്നാ ഇതിന് ഒരു പ്ലസ് എന്താണെന്നറിയാവോ? നമ്മൾ ഉള്ളി വഴറ്റണ്ട, തക്കാളി വഴറ്റണ്ട, ഒന്നും ചെയ്യണ്ട. അടുപ്പ് വേവാൻ മാത്രം കത്തിച്ചാൽ മതി. ഉള്ളിയും അതൊക്കെ തന്നെയാണ്, പക്ഷെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടുതലുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ദമ്മ് പോലെ ചെയ്യുക, അത്രേ ഉള്ളൂ. ഈ പെപ്പറൊക്കെ നോർത്തിൽ ഇടൂലേ? ആ, പെപ്പർ ഇടും, ജീര ഇടും. നമ്മൾ അതൊക്കെ കുറവല്ലേ കുറച്ച്. ഇത് കംപ്ലീറ്റ് ഒരു നോർത്ത് സ്റ്റൈൽ. എന്നോട് വേണമെങ്കിൽ കസൂരി മേത്തി കുറച്ച് ഇടാം, പക്ഷെ അത് ഇട്ടില്ല. ഇനിയിപ്പൊ അതിനും കൂടെ കുറച്ച്. ക്രീം ഇല്ലല്ലോ? ക്രീം ഉണ്ടോ? ഇല്ല. കാഷ്യൂ പേസ്റ്റ് ഉണ്ട്. ഫുഡിയാന്ന് എനിക്ക് ഇഷ്ടമാണ് ഭക്ഷണം കഴിക്കാൻ. എന്താ കഴിക്കുള്ളൂ, എന്നാലും എല്ലാം കഴിക്കാൻ ഇഷ്ടമാണ്. ഇഷ്ടമല്ലേ? ടേസ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടം. പല ഫ്ലേവേഴ്സ് മോക്ക് ഇഷ്ടമാണ്. ഏതാ ഫേവറേറ്റ് ഫുഡ്? ഇപ്പൊ പറയത് ഫ്രൈഡ് റൈസ് നൂഡിൽസ് എന്ന് പറയാം. എനിക്ക് ഭായ് ബിരിയാണി. ഭായ് ബിരിയാണി I'll try നെക്സ്റ്റ് ടൈം. എന്റെ പ്രേക്ഷകർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, പക്ഷെ ആർക്കെങ്കിലും അതിന്റെ ഒരു കറക്റ്റ് ഒത്തന്റിക് റെസിപ്പി അറിയാമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പൊ ഞാൻ പാലക്കാടിൽ നിന്ന് വന്ന് കഴിച്ചോളാന്നാ പറഞ്ഞത്, പക്ഷെ ആദ്യം ഞാൻ വിഷ്ണുവിന് കൊടുത്തുവിടാം. എന്റെ അയൽവക്കം വിഷ്ണുവാണ്. വിഷ്ണു ശരിക്കും വിപിനുമായിട്ട് എങ്ങനെയാ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്? ഞങ്ങളൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, ശ്രീനാഥ് എന്ന് പറഞ്ഞിട്ട്. ശ്രീനാഥ് അവന്റെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തില് പ്രോഗ്രാമിന് മിമിക്രി ചെയ്യാൻ വേണ്ടിയിട്ട് 6ൽ പഠിക്കുമ്പോൾ ഞങ്ങള് ട്രൂപ്പായിട്ട് പരിപാടി ചെയ്യും കേട്ടോ. അപ്പൊ അതിനു വേണ്ടിട്ട് ശ്രീനാഥ് എന്നെ വിളിച്ചോണ്ട് പോയതാ. അപ്പൊ അവന്റെ വീടിന്റെ അടുത്തുള്ള ഫ്രണ്ടാണ് ബിബിൻ. പറഞ്ഞടാ എന്റെ വീടിന്റെ അടുത്ത് ഒരുത്തനുണ്ട് ബിബിൻ എന്ന് പറഞ്ഞിട്ട്, നമുക്ക് 3 പേർക്കും കൂടി സ്കിറ്റ് ചെയ്യാന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞങ്ങള് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നെ അന്ന് മുതൽ പ്രോഗ്രാമുകൾ ഒരുമിച്ച് കുറെ ചെയ്തിട്ടുണ്ട്. അന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പൊ എന്നും ഇതിലേക്ക് സിനിമയിൽ എത്തണം എന്നുള്ളത് രണ്ടുപേരുടെ ആഗ്രഹം. സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളതാണ് രണ്ടുപേരുടെ ആഗ്രഹം. പിന്നെ ബിബിൻ BC നൗഫലിക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പ്രോഗ്രാമിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ അഭിനയിച്ചിട്ടുണ്ട്. നൗഫലിക്കാണ് നമ്മളോട് പറയണത്, നിങ്ങളൊരു പണി, നിങ്ങളുടെ സ്കിറ്റ് എഴുതുമ്പോൾ പോലും അതിനൊക്കെ ഒരു സിനിമാറ്റിക് പരിപാടി ഉണ്ട്. നിങ്ങളെ വെച്ചിട്ടൊരു സിനിമ എഴുത്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ഡയറക്റ്റ് ചെയ്യാന്ന് പറയും. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര, അങ്ങനെയാണ് ഞങ്ങൾ എഴുതാൻ തീരുമാനിക്കുക. അല്ലെങ്കിൽ നമ്മൾ സിനിമ എഴുതുന്നതിനെ കുറിച്ച് ചിന്തിക്കില്ല. അപ്പൊ നൗഫലിക്ക പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ എഴുതുന്നു.
പക്ഷെ ഈ എഴുതി സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയ സമയത്തേക്ക് മറ്റേ സാറ്റലൈറ്റിന്റെ ഒക്കെ ഇഷ്യൂ വന്നു. ഏത് പടം അനൗൺസ് ചെയ്യുമ്പോഴേക്കും സാറ്റലൈറ്റ് ചാനലിൽ നിന്ന് മേടിച്ചിട്ട് പിന്നെ പടമൊന്നും ചിലപ്പോൾ നടക്കില്ല, ആ കാശ് ചാനലിന് നഷ്ടമാവും, പിന്നെ പടം ഓടിയില്ലെങ്കിൽ ചാനലിൽ അത് നഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പടം ഇറങ്ങിക്കഴിഞ്ഞാൽ സാറ്റലൈറ്റ് സെല് ചെയ്യാൻ പറ്റുള്ളൂ എന്ന സ്റ്റേജ് ആയപ്പോൾ അപ്പോഴാണ് ഞങ്ങളെ വെച്ചിട്ട് അപ്പൊ നൗഫലൊക്കെ പറഞ്ഞ് സാറ്റലൈറ്റ് കാര്യമൊക്കെ ഇങ്ങനെയാണ്, അപ്പൊ എന്താ ചെയ്യാ. അപ്പൊ പിന്നെ അതിങ്ങനെ നടക്കാതെ അതിങ്ങനെ ഇരിക്കും. അപ്പൊ ഞങ്ങൾ ആ സ്ക്രിപ്റ്റ് ഷാജോൺ ചേട്ടനെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ടുണ്ട്. അത് ഇപ്പൊ നിങ്ങൾ എടുത്ത പടത്തിൽ ഏതെങ്കിലും ഒന്നാണ്? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഷാജോൺ ചേട്ടൻ ഇത് കേട്ടിട്ട് ഷാജോൺ ചേട്ടന് ഇഷ്ടമായി. പക്ഷെ ഷാജോൺ ചേട്ടൻ പിന്നീട് ഒരു സംസാരത്തിന്റെ ഇടയിൽ നാദർഷിക്ക അടുത്ത് പറഞ്ഞാണ്, ഇവന്മാരെ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ഇക്കാന്ന് പറഞ്ഞപ്പോ നാദർഷിക്ക നമ്മളോട് അതെന്താണ് ആ സ്ക്രിപ്റ്റ് എന്ന് ചോദിച്ചു. അങ്ങനെയാണ് അത് കേൾക്കണതും. ശരിക്കും ഞാൻ ഈ ഒരു അമർ അക്ബർ ആന്റണിയുടെ ഇതിനെപ്പറ്റി കേൾക്കുന്നത് ശരിക്കും ആൽവിൻ ആന്റണിയുടെ ആൻചേട്ടനാണ്, അവരുടെ പ്രൊഡക്ഷൻ അല്ലേ. അപ്പം അതെന്നോട് വന്ന് പറയും എപ്പോഴും. ഞങ്ങളുടെ നിങ്ങളുടെ പഴയ കല്യാണ കഥകളൊക്കെ പറയും. ശരിക്കും ഞങ്ങളുടെ ഒരു കൂടപ്പുറപ്പ് തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റിയല്ല. വിഷ്ണു ഈ മിമിക്രി എല്ലാം ചെയ്യുന്നു, അതായിരുന്നു ഇഷ്ടം, കലയോട് അതായിരുന്നു ഇഷ്ടം. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു? വേറെ കുറെ പെൺപിള്ളേരോടൊക്കെ ഇഷ്ടം തോന്നിയിട്ടുണ്ടല്ലാതെ വേറെ ഇഷ്ടം വേണ്ട. ഇനി എനിക്കറിയണ്ട, എനിക്ക് ഒരു എക്സ്ട്രാ അറിയണ്ട. മോക്കോ? അപ്പാർട്ട് ഫ്രം ആക്ടിങ് മോഡലിംഗ്? മോഡലിംഗ് ഇഷ്ടമാണ് എനിക്ക്. ഇപ്പോ ഞാൻ ചോദിക്കുന്നില്ല, സ്വന്തം ഇഷ്ടം പറഞ്ഞോ. എനിക്ക് റീസെന്റ് ഇപ്പൊ പെയിന്റ് ചെയ്യാൻ ഒരു ഇഷ്ടം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീട് പെയിന്റ് ചെയ്യാറായിട്ടിരിക്കുന്നു. എഴുതുന്നില്ല. ഏതാ മ്യൂറൽ പെയിന്റിങ്സാ? നമ്മുടെ ഷൂട്ടിന്റെ ഇടയിലൊക്കെ ഇരുന്ന് എന്തോ പെയിന്റ് ചെയ്ത് കൊണ്ടുവന്ന് അല്ലേ? ചെറിയ ഏത് ഗ്ലാസ് പെയിന്റിങ്സ് ആണ്? മ്യൂറൽ പെയിന്റിങ്സ് അക്രൈലിക് വെച്ചിട്ട്. ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം സ്ഥിരമാണ്. ആരുടെ അഭിനയിക്കാൻ ഇഷ്ടം? ഐ മീൻ ലാലേട്ടൻ, മമ്മൂക്ക ആണെന്നറിയാം, പക്ഷെ എന്നാലും മോസ്റ്റ്? എനിക്ക് മോസ്റ്റ് വിഷ്ണു ആണ്. അത് എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. മോഹൻലാൽ സാർ ഇവിടെ ചെയ്യണോന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഓക്കെ. ഫ്രം തമിഴ്? തമിഴ് ആക്ച്വലി നിറയെ പേരുണ്ട്. ആരുടെ ചെയ്ത തമിഴ് മൂവി? തമിഴ് ചെയ്തത് ഐശ്വര്യ രാജേഷൻ, വസന്ത് മുരളി സാറിന്റെ കൂടെ. പിന്നെ പ്രദീപ് രംഗനാഥൻ സാറായിരുന്നു ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലവ് ടുഡേ. പിന്നെ എനിക്ക് വിജയന്റെ കൂടെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. അത് പുള്ളി അറിഞ്ഞിട്ടാണോ ഇനി മതിയാക്കിയെന്ന് അറിയത്തില്ല. കേക്കുന്നുണ്ടോ പറയുന്ന? ഞാനല്ല പറഞ്ഞേ. അത്ര നേരം ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇത് ഈ നോർത്ത് ഇന്ത്യൻ അല്ല, വിഷ്ണു ശരിക്കും വിഷ്ണു സ്ക്രിപ്റ്റ് എഴുതുമ്പോ ഇനി ലാലേട്ടന് വേണ്ടി മമ്മൂക്കയ്ക്ക് വേണ്ടിയൊക്കെ എഴുതും? അല്ല, നമുക്ക് അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. ശ്രമിക്കാത്ത നടക്കട്ടെ. നടക്കട്ടെ. അതാ, എല്ലാം കോയിൻസിഡൻസ് അല്ലേ. എന്തായാലും എന്റെ ഇക്കയുടെ ഒരു സ്പെഷ്യൽ അന്വേഷണം പറയുക. ഇക്കയുടെ ഫിലിം ഐശ്വര്യമായിട്ട് ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവാനായിട്ട് പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞ പോലെ എന്റെ പ്രേക്ഷകർ എല്ലാവരും നിങ്ങളോടൊപ്പം സഹകരിക്കും. ഞങ്ങളുടെ പ്രേയേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്സ് ആർ ഓൾവേസ് വിത്ത് യു. ഓക്കെ, എസ്പെഷ്യലി എന്റെ ചേട്ടന്റെ കൂടെ. ഓക്കെ, എനിവേ, താങ്ക് യു വെരി മച്ച്. അപ്പൊ പുതിയ വിശേഷങ്ങളും പുതിയ അതിഥികളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണണം. ചെറുത് ഗുഡ് ബൈ. Annie's Kitchen. Let's cook with love.